ഹരേ കൃഷ്ണ. ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനൊരു ജപമാല മേടിച്ചു. കണ്ട ജയപതാക സ്റ്റോറിൽ നിന്ന് ജപമാല. ശരിക്കും ഞാൻ ജപിച്ചിരുന്ന മാല വേറെയാണ്. അത് കരിങ്കാലി എന്ന് പറഞ്ഞിട്ടൊരു മാലയായിരുന്നു. അപ്പം ഇത് ഞാൻ ഇന്നലെ മേടിച്ചു. ഇത്ര വൈകിയൊക്കെയാണ് ഞാൻ ജപമാല മേടിച്ചു തുടങ്ങിയത്. ഞാൻ അത്ര വലിയ ഭക്തിയൊന്നുമല്ല, എന്നാലും എൻ്റെ ഭഗവാൻ എനിക്കിഷ്ടമാണ്. ഇന്നലെ ഉണ്ടായ ഒരു കുട്ടിയൊരു അനുഭവം പറയട്ടെ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്ന സമയത്ത് എൻ്റെ ഇല കീറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ടോ എനിക്ക് മാറ്റാൻ മാറ്റിയില്ല. പക്ഷെ കീറിയ ഇല മാറ്റണമെന്ന് പെട്ടെന്ന് തോന്നിയില്ല ഭഗവാന്റെ അടുത്ത്. അവർ ഇല ഇട്ടുകൊണ്ട് പെട്ടെന്ന് ധൃതിക്കുകയാണ്. കാരണം നമുക്ക് ക്യൂ ക്ലോസ് ചെയ്ത ശേഷമുള്ള ക്യൂ ആയിരുന്നു. ധൃതിക്കാണ്. പിന്നെ എനിക്ക് മാറ്റാനും പറയാൻ തോന്നിയില്ല. ഇവരിട്ടിട്ട് ഇങ്ങനെ പോയാക്കിയിരുന്നു. അപ്പം ഞാൻ ഭഗവാന്റെ അടുത്ത് പിന്നെയാണ് ആലോചിച്ച് ദൈവമേ സാമ്പാറൊക്കെ ഒഴിച്ച് ഞാൻ അടിയിലേക്ക് പോരോന്ന്. പക്ഷേ സാമ്പാർ ഒഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടക്കി വെച്ചിട്ട് ഒരു തുള്ളി അതിൻ്റെ വെള്ളം പോലും പുറത്തോട്ട് പോകുന്നില്ല. കേൾക്കണവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പൊട്ടത്തരമാണ്, അന്ധവിശ്വാസം എന്നൊക്കെ തോന്നും. പക്ഷെ ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് പിന്നെ തൊഴുത് മറ്റേ ശിവേലി ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ചുറ്റിട്ട് ഇങ്ങനെ വന്ന വഴിക്കൊരു വാതിലുണ്ടല്ലോ, അത് ഏത് നടയാണെന്ന് ഞാൻ മറന്നുപോയി. അവിടെ വെച്ചിട്ടൊരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഞാനവിടെ വിളക്കിൻ്റെ അവിടെ നിന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് തൊഴുകിയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് ബാക്കിൽ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ നടന്നു. പിന്നെ എൻ്റെ ചേച്ചിമാരവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ നീങ്ങിയിട്ട് ആ വാതിലിൻ്റെ അവിടെയായിട്ട് 2 പയ്യന്മാർ അവിടെ മറ്റേ ചൂലും കൊണ്ട് ക്ലീൻ ആക്കത്തില്ല അപ്പന്ന് അവരതൊന്നും ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഞാനവിടെ തൊഴുത സമയത്ത് ഈ നമ്മുടെ ഷാളൊക്കെ ഇട്ട് നമ്മുടെ മേത്തടിച്ചാൽ എങ്ങനെയെങ്കിലും ഷാള് അല്ലെങ്കിൽ ഈ സാരിയുടെ തലയൊക്കെ ഇങ്ങനെ അതേപോലത്തെ ഒരു ഫീലിംഗ് ഇങ്ങനെ എൻ്റെ മേത്തോട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പോയ ഫീലിംഗ്. പക്ഷേ എൻ്റെ ബാക്കിൽ ആരും ഞാൻ കണ്ടില്ല. ആ സൈഡിൽ ആ 2 പിള്ളേരുണ്ടായിരുന്നു, ഇപ്പുറത്ത് ആ വാതിലവിടെ ചേച്ചിമാരുണ്ടായിരുന്നു. പക്ഷേ ആരാണെന്ന് കണ്ടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾക്കിത് നുണയായിട്ടൊക്കെ തോന്നാം, ചിലപ്പോൾ പൊട്ടത്തരമായിട്ടൊക്കെ തോന്നാം. ഇതിൻ്റെ ഒരു അനുഭവമാണ്. പിന്നെ നാളെ നമ്മുടെ കണ്ണൻ്റെ പിറന്നാളാണല്ലോ, അറിയാലോ, എല്ലാവർക്കും അറിയാം, ജന്മാഷ്ടമി. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ജന്മാഷ്ടമി ആഘോഷിക്കുക, ഭഗവാന് പിറന്നാൾ സമ്മാനമൊക്കെ മേടിക്കുക. ഞാൻ അങ്ങനെ ഒന്നും മേടിച്ചൊന്നും കൊടുക്കാറൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ലഡു മേടിച്ച് കൊടുക്കും, അമ്പലത്തിൽ കൊടുക്കുമായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ അങ്ങനെ. ഈ വർഷം ഒന്നും ചെയ്യണമെന്നുണ്ടോ, എനിക്ക് രാധാഷ്ടമിയായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, മറ്റേ ഗണപതിയുടെ പിറന്നാളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ മോദകമൊക്കെ വെച്ചായിരുന്നു. രാധാഷ്ടമിയായിട്ട് ഒരു പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ചിട്ട് നടന്നില്ല. അങ്ങനെ അപ്പം അത്രയൊക്കെ ഉള്ളൂ. വേറൊരു അനുഭവമായിട്ട് ഞാൻ പിന്നീട് വരാം. ഹരേ കൃഷ്ണ.